കൂടുതൽ കറണ്ട് ബില്ല് വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ ചെയ്തു നോക്കിയ കുറച്ച് കുറുക്കു വഴികളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചൂട് കൂടി വരുവാണല്ലേ. ഫാനും AC-യും കൂളറും എല്ലാം മാറിയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ ചൂടിനൊരു ആശ്വാസമൊക്കെ കിട്ടും. പക്ഷെ മാസാവസാനം കറണ്ട് ബില്ല് വരുമ്പോൾ പോക്കറ്റ് കാലിയാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഫാനുകളും AC-കളും ഒന്നും ഓഫ് ചെയ്യാൻ കഴിയാത്ത അത്ര ചൂടാണ് കേരളത്തിൽ. പക്ഷേ വിഷമിക്കേണ്ട, ഈ കറണ്ട് ബില്ല് ഒന്ന് പകുതിയാക്കാൻ വഴികളുണ്ട്. ഫ്രിഡ്ജ്, ഓവൻ, മൈക്രോവേവ് തുടങ്ങി ഓരോ വീടുകളിലും ചെറുതും വലുതുമായ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്നതിൽ പല അബദ്ധങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കറണ്ട് ബില്ല് കണ്ട് ഞെട്ടിപ്പോകാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ഓരോ പ്രാവശ്യവും കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, കറണ്ട് ബില്ല് കൂടാതെ ഇരിക്കാൻ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഇന്നു മുതൽ തുടങ്ങണമെന്ന്. പക്ഷേ അടുത്ത പ്രാവശ്യം കറണ്ട് ബില്ല് വന്നു കഴിയുമ്പോൾ സ്ഥിതി ഇതുതന്നെയാണ്. കുറയാറില്ല, കൂടാറാണ് പതിവ്. എന്നാൽ സ്ഥിരമായി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല കേട്ടോ, തുടർച്ചയായി ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോന്നാൽ കറണ്ട് ബില്ല് തീർച്ചയായും നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് കുറച്ചെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചേ മതിയാവും. എനിക്കും പലതവണ ഇതുപോലെ കൂടുതൽ കറണ്ട് ബില്ല് വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഞാനും അപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും കൂടുതൽ കറണ്ട് ചാർജ് വരാൻ മാത്രം കറണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന്. അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിലൊന്ന് ചെയ്തു നോക്കി. അടുത്ത തവണത്തെ ബില്ല് നല്ല രീതിയിലുള്ള കുറവ് തന്നെ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ ചെയ്തു നോക്കിയ കുറച്ച് കുറുക്കു വഴികളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മുമ്പായി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണാൻ ശ്രദ്ധിക്കണേ. വീഡിയോ ഉപകാരപ്രദമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വൈകുന്നേരം 6:30 മുതൽ 10:30 വരെയുള്ള സമയത്തെ വൈദ്യുതി ഉപയോഗം കൃത്യമായി കുറയ്ക്കുക എന്നതാണ്. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഈ സമയത്ത് പ്രവർത്തിപ്പിക്കാതെ ഇരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, വീടിനകത്ത് ചൂട് കുറയ്ക്കണമെങ്കിൽ ഉച്ച സമയത്ത് സൂര്യപ്രകാശം വീടിനുള്ളിൽ പ്രവേശിക്കാത്ത നിലയിൽ കട്ടി കൂടിയ കർട്ടനുകൾ ഉപയോഗിക്കുക. ജനാലകളും വാതിലുകളും അടച്ചിടണം എന്നല്ല പറഞ്ഞത്. കർട്ടനുകൾ ഇട്ട് ഉച്ച സമയത്ത് സൂര്യപ്രകാശം വീടിനുള്ളിൽ കടക്കാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉച്ച സമയത്ത് ചൂടേറിയ സൂര്യപ്രകാശം വീടിനുള്ളിൽ പ്രവേശിക്കാത്തത് കൊണ്ട് താരതമ്യേന വീടിനുള്ളിൽ തണുപ്പുണ്ടാകും. അടുത്തതായി, നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ്. ഫാനും TV-യും ഒക്കെ ചില സമയങ്ങളിൽ നമ്മൾ ഓഫ് ചെയ്ത് ഇടാറുണ്ട്. എന്നാൽ ഫ്രിഡ്ജ് നമ്മൾ ഓഫ് ചെയ്ത് ഇടാറില്ല. അപ്പോൾ ഈ രീതിയിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ സാധനങ്ങൾ വെക്കാറുണ്ട്. കൂളിംഗ് വേണ്ട സ്ഥലം ഫ്രീസറാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിന്റെ മുകൾ ഭാഗത്ത് സാധനങ്ങൾ വെക്കുമ്പോൾ ഫ്രീസർ കൂളാവാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഫ്രീസറിന്റെ മുകൾ ഭാഗം എപ്പോഴും പ്ലെയിൻ ആക്കി ഇടാൻ ശ്രദ്ധിക്കുക. അതേപോലെ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ അവര് മിക്കപ്പോഴും ഫ്രിഡ്ജ് പോയി തുറക്കുന്ന ഒരു പരിപാടി ചെയ്യാറുണ്ടല്ലേ. എന്നാൽ ഫ്രിഡ്ജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നത് ഒഴിവാക്കുക. ചൂടോട് കൂടിയ ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഫ്രിഡ്ജിന്റെ സ്ഥാനം കൃത്യമായി നോക്കേണ്ടതുണ്ട്. ഭിത്തിയിൽ നിന്ന് 6 ഇഞ്ചെങ്കിലും വിട്ടിരിക്കണം ഫ്രിഡ്ജിന്റെ സ്ഥാനം. ഇങ്ങനെ അല്ലെങ്കിൽ ചൂട് എളുപ്പത്തിൽ പുറത്തു പോകില്ല. ഇത് ഫ്രിഡ്ജിന്റെ ലോഡ് വർദ്ധിപ്പിക്കാൻ കാരണമാണ്. ചൂടുകാലം ആരംഭിച്ചതോടെ പലരുടെയും വീടുകളിൽ AC-യുടെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇലക്ട്രിസിറ്റി ബില്ലും കൂടിയിട്ടുണ്ടാവും. സാമ്പത്തികമായി നോക്കുവാണെങ്കിൽ ഒരു AC വാങ്ങുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അതുമൂലമുള്ള കറണ്ട് ബില്ല് അടയ്ക്കാനെന്ന് ഇതിനോടകം പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. കറണ്ട് ബില്ല് കൂടാതെ തന്നെ AC ഉപയോഗിക്കാൻ കഴിയുമോ എന്നതാണ് പലരുടെയും പിന്നത്തെ ചിന്ത. ഇത് പൂർണ്ണമായും സാധ്യമല്ലെങ്കിലും AC-യുടെ ഉപയോഗം മൂലമുള്ള അമിത കറണ്ട് ബില്ല് പകുതി വരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയെന്നല്ലേ, കറക്റ്റായി മാനേജ് ചെയ്യുകയാണ് വേണ്ടത്. AC-യുടെ താപനില 18 ഡിഗ്രി സെൽഷ്യസിൽ ആക്കിയാണ് എപ്പോഴും ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, കറണ്ട് ബില്ല് കൂടുക തന്നെ ചെയ്യും. 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് തന്നെ ധാരാളമാണ്. ഓരോ ഡിഗ്രി കുറയുമ്പോൾ വൈദ്യുതി ഉപയോഗം അധികം ആവശ്യമായി വരും. ചെറിയ വേഗത്തിൽ ഫാൻ കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഫാൻ കൂടി ഉപയോഗിക്കുമ്പോൾ മുറി പെട്ടെന്ന് തണുത്ത് കിട്ടും. AC-യുടെ ലോഡ് കുറയുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ മിക്ക ദിവസവും തന്നെ AC ഉപയോഗിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് AC-യുടെ എയർ ഫിൽട്ടർ വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി LED ബൾബുകൾ കൂടുതൽ ഉപയോഗിക്കുക. അതേപോലെ അയൺ ബോക്സ്, മിക്സി, മോട്ടോർ ഇവയുടെ ഉപയോഗം വൈകിട്ട് 6:30 മുതൽ 10:30 വരെ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അയൺ ചെയ്യുമ്പോൾ ഫാൻ ഓഫാക്കി ഇടുക. ഉപയോഗത്തിൽ ഇല്ലാത്തപ്പോൾ വീട്ടുപകരണങ്ങൾ ഓഫ് ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിനു പകരം വീട്ടിൽ എത്ര ലൈറ്റുകളും ഫാനുകളും വെറുതെ ഓണാക്കി കിടക്കുന്നുണ്ടെന്ന്
ഒന്ന് പരിശോധിക്കുക. ലൈറ്റുകളും ഫാനുകളും മറ്റും ഉപയോഗമില്ലാത്തപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ഒരു ശീലമാക്കി തന്നെ മാറ്റുക. അശ്രദ്ധയോടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ വൈദ്യുതി ബില്ല് കൂടാൻ കാരണമാകും. ഉപയോഗിച്ചതിന് ശേഷം ഉപകരണങ്ങൾ പ്ലഗ് ഓഫ് ചെയ്യാൻ മറക്കുന്നവരാണ് നമ്മളിൽ പലരും. വൈദ്യുതി ബിൽ കുറയ്ക്കാൻ മെയിനായി ചെയ്യേണ്ടതും ഇതാണ്. വെറുതെ ഒന്ന് വീടിന്റെ ഓരോ ഭാഗത്തും നടന്നു നോക്കിയാൽ അറിയാം, ഓരോ ഇടങ്ങളിലും ഉപയോഗമില്ലെങ്കിൽ പോലും പ്ലഗ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നമ്മൾ TV ആണെങ്കിലും പോലും ചിലപ്പോൾ റിമോട്ടിൽ ഓഫ് ചെയ്തിട്ട് പോകുന്നത് കാണാം. എന്നാൽ എല്ലാ ഉപകരണങ്ങളും പ്ലഗ് ഓഫ് ചെയ്തിടാൻ കൃത്യമായി ഓർക്കുക. നമ്മളെല്ലാവരും വീടുകളിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരാണല്ലേ. എന്നാൽ വാഷിംഗ് മെഷീന്റെ ഉപയോഗത്തിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കറണ്ട് ബില്ല് കൂടുക തന്നെ ചെയ്യും. പലരും വാഷിംഗ് മെഷീന്റെ ഉപയോഗത്തിൽ കാര്യമായ ഒരു തെറ്റ് വരുത്തുന്നുണ്ട്. എന്താണ് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്നറിയണ്ടേ? പറയാം. വാഷിംഗ് മെഷീൻ 7 കിലോ 8 കിലോ 9 കിലോ ഇങ്ങനെ ലോഡിംഗ് കപ്പാസിറ്റി നോക്കിയാണ് നമ്മൾ വാങ്ങുന്നത്. ചെറിയൊരു കുടുംബമാണെങ്കിൽ 7 8 വാങ്ങും. കൂടുതൽ പേരുണ്ടെങ്കിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് വാങ്ങും. എന്നാൽ പലരും ഈ ലോഡിംഗ് കപ്പാസിറ്റി ശ്രദ്ധിക്കാതെ അലക്കാനുള്ള മുഴുവൻ തുണികളും ഈ വാഷിംഗ് മെഷീനിലിട്ട് അലക്കും. അപ്പോൾ സംഭവിക്കുന്നത് കഴുകുന്നത് വൃത്തിയാകുകയില്ല, കൂടുതൽ സമയം വേണ്ടി വരും, കറണ്ട് ബില്ല് അധികമാകുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മെഷീന്റെ കപ്പാസിറ്റി മനസ്സിലാക്കി അതിൽ താഴെ മാത്രം ലോഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ കറണ്ട് ബില്ല് കുറയുക എന്നത് മാത്രമല്ല, മെഷീന് തകരാറ് വരുന്നതും കുറയും. അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.